സർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടികൾ ലോക വ്യാപാര രംഗത്ത് വലിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ ആ അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചു. അത് ഇന്ത്യയെയും കേരളത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മറൈൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയെയും അത് സാരമായി ബാധിച്ചു. ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി GST നിരക്കുകൾ കേന്ദ്ര സർക്കാർ കുറച്ചത് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തെ പ്രതികൂലമായി ബാധിച്ചു. യൂറോപ്യൻ സാമ്പത്തിക സമൂഹമായി ഇന്ത്യ ഒപ്പിട്ടിട്ടുള്ള പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ ക്ഷീരകർഷകർ ഉൾപ്പെടെയുള്ള വ്യവസായ മേഖലയ്ക്കും ഇതുമൂലം തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഈ സാഹചര്യം ഉൾപ്പെടെ നേരിടാൻ നമുക്ക് മുൻകൂട്ടി സജ്ജമാകേണ്ടതുണ്ട്. സർ, ലോകം ജനാധിപത്യ ക്രമത്തിൽ നിന്നും പിന്നോട്ടുരുളുന്ന കാഴ്ച ആശങ്കയുളവാക്കുന്നതാണ്. ഒരു റിപ്പബ്ലിക്കിൻ്റെ തലവനെ അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി പ്രസിഡന്റ് മന്ദിരത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത് അമേരിക്കയുടെ ജയിലിലടച്ചതുപോലെയുള്ള സംഭവങ്ങൾ കോളനി ഭരണകാലത്ത് പോലും അത്യപൂർവമായിരുന്നു. സർ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മുന്നറിയിപ്പാണ്. നാം കേരളീയർ ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി മുന്നേറണം. ഐക്യത്തോടെ നാടിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിന്നാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് നേരിടാം. നമ്മുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ഭാവിക്കായി കരുതലോടെ സംസ്ഥാന താല്പര്യം ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ഭാവിയിലേക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം.